ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു ചേന ഉലർത്തിയതാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിയലിന് അരിയുന്നതിനേക്കാളും കുറച്ചും കൂടി നേരത്തതായിട്ട് ചേനയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നീളവും വേണം. നീളത്തിൽ ഒരു വിരൽ നീളത്തിൽ നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കണേ. എന്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ചേനയാണ്. ഇനി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ചേന നമുക്ക് വറുത്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ചേനയുണ്ടല്ലോ, അത് ഫുള്ളും ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് മീഡിയത്തിൽ വെച്ചിട്ടുണ്ട്. അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ലോയിലാക്കും. പിന്നെ നമ്മൾ എടുക്കാറാകുമ്പോഴാണ് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ആ ചേന മൊത്തവും വറുത്ത് കോരിയെടുക്കുന്നത്. ഈ ഒരു ചേന മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാനും അതുപോലെ തന്നെ പൊതിച്ചോറ് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ചോറ്റുപാത്രത്തിൽ ചോറ് കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ്. ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമ്മളിതിങ്ങനെ നിരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. ഇനി ഞാനിവിടെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്, ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-25 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പിരിയൻ മുളകും 2 അല്ലാത്ത പാണ്ടിമുളക് ഉണ്ടല്ലോ, എരിവുള്ള മുളക്, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചോപ്പറിലിട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ അടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് അരഞ്ഞു പോവും. അതുപോലെ തന്നെ വറ്റൽമുളകും ഭയങ്കരമായിട്ട് അരഞ്ഞു പോവും. അതുകൊണ്ട് ഇതുപോലെ ചോപ്പറിലിട്ട് ആക്കുന്നതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല നേരിയതായിട്ടങ്ങ് അരിഞ്ഞാലും മതി. എന്നിട്ട് വറ്റൽമുളക് നല്ല കുനുകുനാന്നങ്ങ് ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ചോപ്പായിട്ട് വന്നിട്ടുണ്ട്. ആ ചേന നമ്മൾ വറുക്കാൻ ഇട്ടേക്കുന്നില്ലേ, അത് ഫുള്ള് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയും മുളകും ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത്രയും എണ്ണ നമുക്ക് വേണ്ട. ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇത്രയും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇതുപോലത്തെ നല്ല നാടൻ റെസിപ്പീസൊക്കെ ചെയ്യുമ്പം എപ്പോഴും വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എങ്കിൽ മാത്രമേ ആ ഒരു കറികളുടെ ഗുണവും മണവും നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ തീ ഒരു മീഡിയത്തിൽ വെച്ചിട്ടാണ് ഇത് ഫുള്ള് നമ്മൾ വറുത്ത് കോരിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്ത് കോരി എടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്കിത് ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മാറ്റുവാണ്. ആ വെളിച്ചെണ്ണ നമുക്ക് കളയണ്ട. അത് കുറച്ച് നമുക്ക് കടുക് താളിക്കാൻ, വേറെ കറികൾക്കൊക്കെ കടുക് താളിക്കാനൊക്കെ വേണമെങ്കിൽ എടുക്കാമേ. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് കടുകൊന്നും പൊട്ടിക്കണ്ട. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ വറ്റൽ മുളകും ഉള്ളിയും സവോളയൊക്കെ ചതച്ച കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം എപ്പോഴും ചുവന്നുള്ളിയാണ് കൂടുതൽ എടുക്കുന്നതെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ സമയക്കുറവ് കൊണ്ട് നമ്മൾ ചുവന്നുള്ളിക്ക് പകരം 1-2 അല്ലെങ്കിൽ ഒരു പകുതി മുറിയോ ഒക്കെ സവാളയും കൂടി ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കുന്നത് കുറച്ച് മതി, വളരെ കുറച്ച് മതി. കാരണം നമ്മൾ ചേന വറുക്കാനായിട്ട് ഇട്ടപ്പം അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് മാത്രം പിരിയൻ മുളകിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയുടെയൊക്കെ കുത്തൽ മാറുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന ചേനയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. വളരെ കുറച്ച് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു മുളകും എല്ലാം ഈ ഒരു ചേനയ്ക്കകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നിരത്തിയൊക്കെ വെച്ച് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് അമർത്തി വെച്ചതിന് ശേഷമാണ് നമ്മളിതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുന്നത്. നന്നായിട്ട് ചിക്കി തോർത്തി എടുക്കണം. ആ വെള്ളമയമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കി തോർത്തി എടുക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ കുറേ മെഴുക്കുവരട്ടിയുടെയൊക്കെ വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതേ നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ഒരു മണവും ഗുണവും ഒക്കെ കിട്ടുന്നത്. അപ്പം നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനത്തെ നമ്മുടെ കിടിലൻ ചേന ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ വറുക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഈ തവി കൊണ്ടിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ക്രിസ്പിനെസ്സിൻ്റെ ഒരു സൗണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇത് ഫുള്ള് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർന്ന് വയ്ക്കാം. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.